മൈസെൽഫ്, ഞാൻ എന്നെ അതൊന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അൻസാർ എന്നാണ്. അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് IMA സിൽവർ അപ്രൂവ്ഡ് പാർട്ട്ണറിലെ CMA USA ഡിപ്പാർട്ട്മെന്റൽ ഹെഡാണ്. നിലവിൽ CMA ക്വാളിഫൈഡ് ആണ്. ഒരു 4-5 വർഷമായിട്ട് ടീച്ചിങ് ഫീൽഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നമ്മൾ ഇന്നത്തെ ഒരു മീറ്റിങ്ങിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, CMA USA എന്ന് പറയുന്ന പ്രോഗ്രാമിനെ കുറിച്ചിട്ട് പൊതുവെ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ കുറെ മിസ്കൺസെപ്ഷൻസ് വരുന്നുണ്ട് മെയിനായിട്ട്. ആ കാര്യങ്ങളെ കുറിച്ചിട്ടും, അതുപോലെ തന്നെ എന്താണ് CMA USA, ആർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും, ചെയ്യുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, കോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റീസ് പോലെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, ഏറ്റവും ആധികാരികത നിറഞ്ഞ കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക, അതുപോലെ തന്നെ പാരന്റ്സിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് APS കണ്ണൂർ ഇങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തത്. അതിനുവേണ്ടി നമ്മൾക്ക് ഇന്നിവിടെ നമ്മുടെ ഏറ്റവും വിശിഷ്ടനായ ഒരു അതിഥി വ്യക്തി നമ്മൾക്ക് ഇന്നിവിടെ അവൈലബിൾ ആണ്. മിസ്റ്റർ ഫെനിൽ വടക്കൻ സർ, വെൽക്കം. Thank you very much, sir. ഫെനിൽ സാറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഇന്ത്യ റിലേഷൻഷിപ്പ് ഡെവലപ്മെന്റ് വിഭാഗം മാനേജറാണ്. നമ്മൾ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള CMA USA ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും ഒതന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. ഫെനിൽ സർ മലയാളിയാണ്. അതും നമ്മൾക്ക് അഭിമാനകരമായ ഒരു കാര്യമാണ്. കേരളത്തിൽ നിന്നൊരാള് ലോകത്തെ തന്നെ ഏറ്റവും നല്ല കോഴ്സുകളിൽ ഒന്നായ ഒരു കോഴ്സിന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തി മലയാളിയാണെന്നുള്ളതിൽ നമ്മൾക്ക് ഏറ്റവും അഭിമാനിക്കാം. ഓക്കെ, ഞാൻ എൻ്റെ കർത്തവ്യം നടപ്പിലാക്കുകയാണ്. ഈ പ്രോഗ്രാം നമ്മൾക്ക് നടത്തുന്ന APS ഇങ്ങനൊരു വേദിയിൽ ഏറ്റവും നല്ല പാനലിസ്റ്റുകളെ നമുക്ക് അവൈലബിൾ ആക്കി തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആൾക്കാരെ കൂടി ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് ഇന്നിവിടെ വന്നിട്ടുള്ള മറ്റൊരു അതിഥി CMA ഷെബീർ അലി സാറാണ്. അദ്ദേഹം CMA CS കോസ്റ്റ് അക്കൗണ്ടിങ്, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത ഏറ്റവും ലീഡിംഗ് ആയിട്ട് കേരളത്തിനകത്തും പുറത്തും ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഡിംഗ് ഫാക്കൾട്ടി കൂടിയാണ്. അതുപോലെ നമ്മുടെ കാര്യങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് APSന്റെ കാര്യങ്ങൾ. അതുപോലെ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മറ്റൊരു അതിഥിയാണ് മിസ്റ്റർ അഫ്സൽ ഷറഫ്, അക്കാദമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസിലെ സെൻട്രൽ ഹെഡ് ആണ്. ദെൻ മുഹ്സിൻ സാർ അവൈലബിൾ ആണല്ലോ അല്ലേ? മുഹ്സിൻ സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ APSലെ ഒരു സ്റ്റുഡൻ്റായി വന്ന് CMA കംപ്ലീറ്റ് ചെയ്ത് ഇന്ന് APSലെ തന്നെ ഏറ്റവും നല്ല ടീച്ചർമാരിൽ ഒരാളായി മാറിയ APSന്റെ സ്വന്തം മുഹ്സിൻ സാർ ഇവിടെ അവൈലബിൾ ആണ്. സോ ഞാൻ അധികം സമയമെടുക്കുന്നില്ല. നമ്മുടെ സെഷൻ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ അല്ല, അതിന് ഏറ്റവും നല്ല അർഹതയുള്ള ഒരാൾ ഇവിടെ തന്നെ ഉണ്ട്, ഫെനിൽ സാർ. ഓക്കെ, ദെൻ ഞാൻ സെഷൻ ഷബീർ സാറിനൊന്ന് ഹാൻഡിൽ ചെയ്യാണ്. ഷബീർ സാർ ജസ്റ്റ് ഒന്ന് കാര്യങ്ങൾ സംസാരിച്ച് തുടങ്ങി നമ്മൾക്ക് ഫെനിൽ സാറിലേക്ക് പോവാം. ഷബീർ സാർ ഒരു വെൽക്കം ചെയ്താലും. ഓക്കെ, ഓൾ ഓഫ് യു വെൽക്കം ടു അവർ പ്രോഗ്രാം. നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചതിന്റെ ഒരു പ്രധാന ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പല കോഴ്സുകളും കുട്ടികൾ പഠിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ കേൾക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ പൊതുവെ അറിയാറില്ല. അപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യുമ്പോൾ സത്യസന്ധമായിട്ടും നമ്മളൊരു കുട്ടീനെ ഒരു കോഴ്സിനെ ചെയ്യിപ്പിക്കുമ്പോൾ ആ കുട്ടിക്ക് നാളെ ആ കോഴ്സ് പഠിച്ചിട്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ കുട്ടികളെ കാണുന്നത്. പക്ഷെ ഈ കുട്ടികളെ വെറും ഒരു പണം മിൽക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ പൈസ കറന്നെടുക്കാനുള്ള ഒരു ടൂള് മാത്രമാക്കിയിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളെങ്കിലും നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. വിദ്യാഭ്യാസം ഏറ്റവും പവിത്രമായ ഒരു കർമ്മമാണ്. അതിനകത്ത് ന്യായമായ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കുട്ടികളെ പല രീതിയിലും മിസ്ലീഡ് ചെയ്തിട്ട് അഡ്മിഷൻ ആക്കുകയും ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പകുതി വഴിക്ക് ഉപേക്ഷിക്കുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയും
കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് അതുമായി ബന്ധപ്പെട്ട് കരിയറിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ കണ്ടും അടുത്തതിന് ശേഷമാണ് നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് ആധികാരികമായിട്ടും സത്യസന്ധമായിട്ടും കുട്ടികളെ കൺവേ ചെയ്യണം, അത് കുട്ടികൾ അറിയണം എന്താണ് ഇതിന്റെ ശരിക്കുള്ളത്, എന്താണ് ഇതിന്റെ മിസ്ലീഡിങ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് നമുക്ക് ഇതിനെ ആധികാരികമായിട്ട് പറയാൻ പറ്റുന്ന ആള് എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ തന്നെ അതിന്റെ ഹെഡായിട്ട് നിൽക്കുന്നത് ഫെനിൽ വടക്കൻ സാറാണ്. അപ്പം സാറ് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിന് പകരം നമുക്ക് ഡയറക്ട്ലി അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, സംസാരിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്യാം. ഫെനിൽ വടക്കൻ സാർ ഒന്ന് സംസാരിച്ച് തുടങ്ങുകയാണെങ്കിൽ വളരെ നന്നായിരുന്നു. കൂടുതൽ ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഇല്ലാതെ കരുതുന്നു. താങ്ക് യു ഷബീർ, താങ്ക് യു ആൻസർ. സത്യമാണ്, ഞാനും മലയാളിയായതിൽ ഒത്തിരി സന്തോഷിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ ലോകത്തിന്റെ എവിടെ പോയിട്ടും ഒന്ന് വട്ടം തിരിഞ്ഞിട്ട് ഒന്ന് കൈ ചൂണ്ടിക്കഴിഞ്ഞാൽ അവിടെ ഒരു മലയാളീനെ കാണാൻ പറ്റും. അപ്പൊ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മളെനിക്ക് തോന്നുന്നു മലയാളികളുടെ ഒരു പ്രത്യേകത ആയിരിക്കാം. കാരണം ഏതൊരു സാഹചര്യത്തിലും കയറി ചെന്ന് ഫൈറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനും ജീവിക്കാനും നമുക്ക് നന്നായിട്ട് അറിയാം. അത് നമ്മുടെ പാരന്റ്സ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ്, അങ്ങനെ പലവരും നമ്മൾ കണ്ടുപോയിട്ടുണ്ടായിരിക്കും. കാരണം നമ്മൾ ഒത്തിരി ആൾക്കാർ പല രാജ്യങ്ങളിലും പോയി വർക്ക് ചെയ്യുന്നു. അവിടുന്ന് വർക്ക് ചെയ്ത് പീപ്പിൾ ആർ സെറ്റിൽഡ് ഓൾസോ ഇൻ മൾട്ടിപ്പിൾ ലൊക്കേഷൻസ് അല്ലെ. അങ്ങനെ ഒരു പ്രത്യേകതയുള്ള ഒരു സ്റ്റേറ്റ് ആണ്. അതിന്റെ ഒരു ഭാഗമാവാൻ എനിക്ക് സാധിച്ചതിൽ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ പ്രസന്റേഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് കുറേ കൂടി മലയാളത്തിൽ പറയാനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടും. ടെക്നിക്കൽ ടേംസ് നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്താലും നമുക്ക് ഒത്തിരി സംസാരിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ്. നിങ്ങൾക്ക് കുറേ കൂടി മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം ഇത് പറയുമ്പോൾ തന്നെ അതൊരു പോസിറ്റീവും നെഗറ്റീവും ആയിട്ടാണ് ഞാൻ പറയുന്നത്. കാരണം ഒരു സൈഡിൽ ഇപ്പൊ ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അത് കൂടുതൽ മനസ്സിലാവാൻ സാധിക്കും. പക്ഷെ വേറൊരു സൈഡില് ഞാൻ കണ്ടുവരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾ ഇതുപോലെ ഉള്ള കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ജോബിന് പോകുമ്പോൾ എനിക്ക് പിന്നെയും മലയാളം വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു ചാലഞ്ചാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ കൊല്ലം ഒരു കമ്പനി ഏകദേശം ഒരു 42 സ്റ്റുഡൻസിനെ CMA കഴിഞ്ഞവരെ ഹയർ ചെയ്തു. അതിലെ ഓൾമോസ്റ്റ് 30+ ഫ്രം കേരള ആണ്. അന്ന് ഏറ്റവും കൂടുതൽ സെലക്ട് ആയതും ഏറ്റവും കൂടുതൽ റിജക്ട് ആയതും കേരളത്തിൽ നിന്ന് കുട്ടികളാണ്. അപ്പൊ അതിനൊരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് നോളേജ് ഉണ്ട്, പക്ഷേ അത് ഷെയർ ചെയ്യാൻ അറിയില്ല. അല്ലെങ്കിൽ ഞാൻ പറയും, ചിലർ എന്നോട് പറഞ്ഞു കോൺഫിഡൻസ് ഇല്ല. ഞാൻ പറഞ്ഞു കോൺഫിഡൻസ് ഇല്ലാണ്ടല്ല അവരുടെ പ്രശ്നം. ഇറ്റ് ഈസ് മേജർലി ബിക്കോസ് ഓഫ് ദ ലാംഗ്വേജ്. കാരണം നമുക്ക് മലയാളത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞത് വെൽ ആൻഡ് ഗുഡ്, നമുക്ക് എല്ലാവരും ചെയ്യുമായിരിക്കും. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ അത് ആ സമയത്തായിരിക്കും ചിലപ്പോൾ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്നുള്ള ഒരു കുട്ടിയാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആദ്യം എന്നോട് വിളിച്ച് ഒരു കാര്യം മലയാളത്തിൽ ചോദിച്ചു, ഞാൻ മലയാളത്തിൽ ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് ആ കുട്ടി എപ്പോഴും വിളിച്ച് മലയാളം, ഞാൻ പറഞ്ഞു നോ ഐ കൻ ഓൺലി ടോക്ക് ടു ഇൻ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മലയാളം പറഞ്ഞ ആളിവിടെ ഇല്ല എന്ന് പറഞ്ഞു ഇംഗ്ലീഷ്. അത് കഴിഞ്ഞ് ഏത് നേരം വിളിച്ചിട്ട് പറയും മലയാളം ആകെ 2 വാക്ക് അറിയുള്ളൂ ആൾക്ക്. അത് കഴിഞ്ഞ ആളുടെ രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു നോ യു ഹാവ് ടു സ്റ്റാർട്ട്. പക്ഷെ ഞാൻ അതൊരു സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ ആയിരുന്നു. ഫൈനലി ആളെ ഞാൻ സ്കോളർഷിപ്പ് അപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്തു. കാരണം ദ കൈൻഡ് ഓഫ് ലൈക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 times എന്നെ വിളിച്ച് ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ആ കഴിവ് വിത്ത് സം ലാംഗ്വേജും കൂടി ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എത്താൻ ഒരു ദർ ഇസ് നോ ബൗണ്ടറീസ് എന്നാ ഞാൻ പറയും. അപ്പൊ ഈ പ്ലസ് പോയിന്റിന്റെ കൂടെ തന്നെ ഞാൻ തുടക്കത്തിൽ പറയാണ്, ഏതൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനും, ഞാൻ എല്ലാ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷനെയും റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. And I personally feel that all certifications or professional qualifications are created for the purpose of industry and human. അല്ലെ, നമുക്കും ഇൻഡസ്ട്രിക്കും വേണ്ടിയിട്ടാണ് പല ക്വാളിഫിക്കേഷൻസും ക്രിയേറ്റ് ചെയ്തത്. വെദർ ഇറ്റ് ഈസ് ഇന്ത്യൻ, UK, US എല്ലാം. UK US ആണെങ്കിൽ കുറേ കൂടി ഇന്റർനാഷണൽ ആണ്, US ആകുമ്പോൾ കുറേ കൂടി ഇന്റർനാഷണൽ ആണ്. ഇതാണ് ഇതിന്റെ പ്രത്യേകത വരുന്നത്. Now ഏത് സ്ട്രീമിലേക്ക് പോകണം എന്നുള്ളത് യുവർ ചോയ്സ്. പക്ഷെ ഏത് കോഴ്സ് ചെയ്യുകയാണെങ്കിലും വൺസ് യു ക്രിയേറ്റ് ദാറ്റ് ബ്രാൻഡ് യു ഷുഡ് നോ ഹൗ ടു സെൽ യുവർ ബ്രാൻഡ്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് മറ്റുള്ളവർക്ക് ഒരു കാര്യം ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ, അല്ലെങ്കിൽ ഞാൻ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി ചെയ്യണം, എനിക്ക് നോളജ് ഉണ്ട് പക്ഷെ സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നോ കമ്പനീസ് ഇസ് ഗോയിങ് ടു ഹയർ യു. അപ്പൊ ഞാനത് പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, വെദർ യു ആർ ജോയിനിങ് ഓർ നോട്ട്, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാത്തവരാണെങ്കിൽ സംസാരിക്കാൻ തുടങ്ങുക.
ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഞാനും പഠിച്ചു വളർന്നത് നാട്ടിൻപുറത്ത് ചെറുതുരുത്തി, ഷൊർണൂരടുത്ത് ചെറുതുരുത്തി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. എൻ്റെ തൊട്ടടുത്ത് ഷൊർണൂർ എന്ന് പറഞ്ഞൊരു ഒരു സാധാ സെമി എയ്ഡഡ് സ്കൂളിലാണ് ഞാൻ പഠിച്ചു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഞാൻ അത് കഴിഞ്ഞ് ഒരു പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ്. അപ്പൊ നമ്മൾ ഒത്തിരി പേര് നമുക്ക് പറഞ്ഞു തരാനുണ്ടായിരുന്നു. അന്ന് പറഞ്ഞു ക്യാമറയുടെ മുമ്പിൽ അല്ലെങ്കിൽ മിററിന്റെ മുമ്പിൽ ഒന്ന് പ്രസന്റേഷൻ ചെയ്യുക, പല ടോപ്പിക്സ് വായിക്കുക. അപ്പൊ ഇതൊക്കെ ചെറുതായി പ്രാക്ടീസ് ചെയ്ത് ഇപ്പൊ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, even if I get an audience of 300 to 500 students in an auditorium, I can speak without mic. അത് അപ്പൊ നമ്മൾ ഇതുപോലെ പല പ്രാക്ടീസും നമ്മൾ ചെയ്യുകയാണെങ്കിൽ, എൻ്റെ നാടൊരു കുഗ്രാമം പോലെ ആയതുകൊണ്ട് അതിന്റെ അടുത്തൊന്നും വലിയ അടുത്ത വീട്ടുകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ മാവിന്റെ മുകളിലൊക്കെ കയറിയിരുന്ന് ഉറക്കായിരുന്നു വായിക്കും. അങ്ങനെ എൻ്റെ ലാംഗ്വേജും ഞാൻ പറയും സൗണ്ടും വേരിയേഷനും എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയി. ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യം, നമുക്ക് യു ഹാവ് മൊബൈൽസ്, യു ക്യാൻ ജസ്റ്റ് റെക്കോർഡ് ആൻഡ് സീ ഹൗ യു ആർ പ്രസന്റിങ് ആൻഡ് ജസ്റ്റ് സീ ലൈക്ക് ഹൗ അതർ പീപ്പിൾ ആർ ടോക്കിംഗ്. ലൈക്ക് ഒത്തിരി ടെഡെക്സ് ടോക്കിങ്സ് ഉണ്ട്. ജസ്റ്റ് ലിസൺ. എല്ലാവർക്കും ഡിഫറെന്റ് രീതിയിലുള്ളതാണ്. സോ ട്രൈ ടു ലുക്ക് അറ്റ് വിച്ച് സ്യൂട്ട്സ് ടു യു എന്നൊരു ലെവലിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് സബ്ജക്റ്റും നോളേജും ഉണ്ടാവും. ആൻഡ് ദെൻ യു ഓൾസോ നോ ഹൗ ടു പ്രസന്റ് ദാറ്റ്. ഇതാണ് എനിക്ക് ബേസിക്കലി പറയാനുള്ളത്. And thank you APS for organizing this webinar. I really appreciate. നിങ്ങൾ ഇന്നലെ പറഞ്ഞ ടോപ്പിക് വളരെ ശരിയാണ്. ഒത്തിരി കൺഫ്യൂഷൻസ് CMA നെ കുറിച്ച് മാർക്കറ്റിൽ ഞാൻ കണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് വേറെ ഒന്നുകൊണ്ടല്ല, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ US CMA ഇൻസ്റ്റിറ്റ്യൂട്ട്സും സ്റ്റുഡൻസും പഠിക്കുന്നത്. 33% ഇന്ത്യയിലെ CMA പഠിക്കുന്ന കുട്ടികൾ കേരളത്തിൽ നിന്നാണെന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതേപോലെ തന്നെ പലപ്പോഴും ഞാൻ മാർക്കറ്റിൽ കണ്ടിട്ടുള്ള ഇതാണ്, US CMA അല്ല, അപ്പൊ ഇന്ത്യയിൽ ജോബ് ഒന്നുമില്ല, ഒക്കെ USA പോയാലേ കിട്ടുള്ളൂ. അപ്പൊ USA പോകാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇന്ത്യൻ കോഴ്സസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ പറയും എല്ലാ കോഴ്സും അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇന്ത്യൻ കോഴ്സസിനാണെങ്കിൽ ഇന്ത്യയിലെ കൂടുതൽ റെക്കഗ്നിഷൻ ഉണ്ട്, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഇന്ത്യൻ കമ്പനീസിലൊക്കെ വരികയാണെങ്കിൽ, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. പക്ഷേ നമ്മൾ ഇന്ന് ഗ്ലോബൽ എക്കണോമി അല്ലെങ്കിൽ ഒരു വേൾഡ് വൈഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ when we say we are global organization, multinational companies, even Indian companies like Wipro or L&T kind of organizations, when they go global, നമ്മൾ അറിയേണ്ട ഒരു കാര്യം ഇന്റർനാഷണൽ ക്വാളിഫിക്കേഷന്റെ ബെനിഫിറ്റ്സും വെയിറ്റേജും ആണ്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇന്റർനാഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മൾട്ടിനാഷണൽ കമ്പനീസിൽ പ്രിഫറൻസ് വരുന്നത്. ഞാൻ അതേസമയം ചോദിക്കുമ്പോൾ ഒരാള് എനിക്ക് അക്കൗണ്ടന്റ് ആവണം, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, എനിക്ക് ഓഡിറ്റിങ്ങിനോടാണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ടാക്സിനോടാണ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ഷുഡ് ഡു CA or അതർ റെലവെന്റ് കോഴ്സസ് ഓഫ് അനദർ, ലൈക്ക് ഇന്ത്യയിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഒരു സൈനിങ് അതോറിറ്റി വേണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു ബി എ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. നോ അതർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ക്യാൻ ഗിവ് യു. അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു കോസ്റ്റ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്യണമെങ്കിൽ യു ഹാവ് ഇന്ത്യൻ ബോഡീസ് ഫോർ ഡൂയിങ് ദാറ്റ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് CMA എന്ന് പറയുന്നതിന്റെ ഒരു CMA US ഇറ്റ്സ് എ ഗ്ലോബൽ ട്രേഡ് മാർക്ക് ഓഫ് CMA. എന്നിട്ട് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് the topics what we cover, it is what industry looking worldwide. അതാണ് ഈ സിലബസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ലെവൽ ഓഫ് കണ്ടന്റ് അതാണ് അതിൽ വരുന്നത്. And sir, can you please confirm my screen? Yes sir, yes sir, you can continue. Okay. Thank you very much. ഞാൻ എന്നെ പറ്റി ഇനി പറയുന്നില്ല. സോ എൻ്റെ റോൾ എന്ന് പറയുന്നത് നിങ്ങളെ പോലെയുള്ള സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്യുക, കൂടുതൽ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, യൂണിവേഴ്സിറ്റീസ് ആയിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അത്രയും അസോസിയേഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സോ മൈ റോൾ ഇസ് ട്രാവലിംഗ് അക്രോസ് ഇന്ത്യ. ശരിയാണ്, കുറച്ചു കാലമൊക്കെ നല്ല രസമുള്ള കാര്യമാണ് കുറേ ട്രാവലിംഗ് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ആഫ്റ്റർ ദാറ്റ് ദെൻ സംടൈംസ് ഇറ്റ്സ് എ ചാലഞ്ച്, ബട്ട് ഓൺ ദ സെയിം ടൈം എന്നെ സംബന്ധിച്ച് ഐ ലൈക്ക് മീറ്റിംഗ് ന്യൂ പീപ്പിൾ, ഐ ലൈക്ക് മീറ്റിംഗ് ന്യൂ സ്റ്റുഡൻസ്. കാരണം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഏതൊരു ലൊക്കേഷനിൽ പോയിട്ട് ഒരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ഐ ഓൾവേസ് ഫീൽ ഇസ് എ ന്യൂ ഗ്രൂപ്പ്. നമുക്ക് സെയിം പ്രസന്റേഷൻ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. സോ ബേസ്ഡ് ഓൺ ദ സ്റ്റുഡന്റ് റെസ്പോൺസ് നമ്മൾ അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യും. ഈ ഓൺലൈനിൽ വരുന്ന ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. കാരണം നിങ്ങൾ എന്ത് ചെയ്യുന്നു, എവിടെ നോക്കിയിരിക്കുന്നു, ഇതൊക്കെ കേൾക്കുന്നുണ്ടോ എന്നും
എനിക്ക് ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ ഡോണ്ട് ഗെറ്റ് എൻ ഐ കണക്ട് വിത്ത് യു. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. സോ അതാണ് എൻ്റെ റോള്, ട്രാവൽ അക്രോസ്. ആൻഡ് IMA എന്ന് പറയുന്ന പ്രൊഫഷണൽ ഓർഗനൈസേഷൻ 100+ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു 100+ ഓർഗനൈസേഷൻസ് ആണ്. 100+ ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. സ്പ്രെഡ് അക്രോസ് 150 countries വിത്ത് 140,000 മെമ്പേഴ്സ്. നമുക്ക് വേൾഡ് വൈഡിൽ 10 ഗ്ലോബൽ ഓഫീസസ് ഉണ്ട്. ആൻഡ് apart from these global offices, നമുക്ക് 300 ചാപ്റ്റേഴ്സ് ഉണ്ട്. ഈ ചാപ്റ്റേഴ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലൈക്ക് a group of members comes together, they share their ideas, they learn from each other, they present new topics, they network with people. ഇതൊക്കെയാണ് നമ്മൾ ഈ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ ചാപ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ IMA എന്താണ്? IMA ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. We do the survey or research and create the right syllabus for the industry. നിങ്ങൾക്ക് ആ സിലബസ് തരും, നിങ്ങളെ ടെസ്റ്റ് ചെയ്യും, അവാർഡ് ചെയ്യും. എന്നാ നിങ്ങളെ പഠിപ്പിച്ച് CMAs ആക്കുന്ന ആ ഹാർഡ് ജോബ് ചെയ്യുന്നത് ഞങ്ങളുടെ അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സ് ആണ്. ഇതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ഒത്തിരി കുട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെങ്കിൽ കണ്ണൂർ, കാലിക്കറ്റ്, മലപ്പുറം ഈ ഏരിയകളിൽ നിന്നൊക്കെയാണ് ഒത്തിരി കുട്ടികൾ മിസ്ലീഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. കാരണം പലവരും പഠിക്കുന്ന ലൈക്ക് ഏതെങ്കിലും ഒന്ന് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ വരുന്ന കുട്ടികളെ ഇപ്പൊ നേരത്തെ ഷബീർ പറഞ്ഞ പോലെ വരുന്ന കുട്ടികളെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് ഇട്ട് അങ്ങോട്ട് പഠിപ്പിക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ ഒരു അപ്രൂവ്ഡ് പ്രൊവൈഡറിന്റെ അടുത്ത് പോകുമ്പോൾ, അപ്രൂവ്ഡ് പ്രൊവൈഡർ എന്ന് പറയുന്നത് IMA certain പാരാമീറ്റേഴ്സ് വെച്ച് അവരെ ഇവാലുവേറ്റ് ചെയ്ത് സർട്ടിഫൈ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും നമ്മുടെ അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സിന്റെ അടുത്ത് നമ്മുടെ വെബ്സൈറ്റിലാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്നത് ഓൺലി അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സ്. അപ്പോൾ അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സ് പ്രൊവൈഡ് certain, provide the training with certain quality. അതാണ് നമ്മുടെ ഉദ്ദേശങ്ങളിലൊന്ന്. അതുകൊണ്ട് ആ ബേസിസിലാണ് നമ്മൾ അവർക്ക് ഈ like in the title silver, now it's a silver approved provider. So അതൊരു based on certain numbers, the reach, like എത്ര ലൊക്കേഷൻസിൽ ഉണ്ട്, അതിന്റെ പല കാരണങ്ങൾ കൊണ്ട് പല നമ്മൾ ടൈറ്റിൽസ് കൊടുക്കും. ആൻഡ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് അപ്രൂവ്ഡ് പ്രൊവൈഡർ ആണ്. And that gives some kind of connect for the student directly with IMA through the provider. കാരണം അങ്ങനെ ചെയ്യുന്ന അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സ് ആയിട്ട് മാത്രമാണ് IMA ക്ലോസ്ലി വർക്ക് ചെയ്യുള്ളൂ. അതുപോലെ ഇതുപോലെ ഏതെങ്കിലും ഒരു ഈവെന്റിൽ വന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് അപ്രൂവ്ഡ് പ്രൊവൈഡറിന്റെ കൂടെ മാത്രമാണ്. Now അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്രൂവ്ഡ് പ്രൊവൈഡറിലൂടെ പോകുന്ന കുട്ടികൾക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഈവൻ ഫ്രം IMAയിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് കൊടുക്കും. ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അതൊരു സ്പെഷ്യൽ പാക്കേജ് ആയിട്ട് നിങ്ങൾക്ക് തരും. ഇത് മറ്റൊരു ബെനിഫിറ്റ്. ഇനിയിപ്പോ ഏതെങ്കിലും ഒരു ഇഷ്യൂ, ഒരു കൺസേൺ നിങ്ങളൊരു സ്റ്റുഡൻ്റ് ആയിട്ട് വരികയാണ്, അത് നിങ്ങൾ അപ്രൂവ്ഡ് പ്രൊവൈഡറിലൂടെ പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അത് IMAയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അത് പെട്ടെന്ന് തന്നെ അതിന് റെസ്പോൺസ് കിട്ടാനും ചാൻസ് ഉണ്ട്. അല്ല നോർമൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ യു വിൽ ഗെറ്റ് സപ്പോർട്ട്, ഐ എം നോട്ട് സെയിങ് നോ ടു ദാറ്റ്. പക്ഷെ അതിന് നിങ്ങൾ നേരിട്ട് മെയിൽ അയക്കണം. സോ ബേസ്ഡ് ഓൺ ദ ലൈക്ക് സൈക്കിൾ യു വിൽ ഗെറ്റ് ദ റെസ്പോൺസ്. സോ അതിൻ്റെതായ ഒരു സപ്പോർട്ട് സിസ്റ്റം നമ്മൾ കൂടുതൽ, അതുകൊണ്ടാണല്ലോ നമ്മൾ അപ്രൂവ്ഡ് പ്രൊവൈഡർ എന്നുള്ള ടൈറ്റിൽ കൊടുക്കുന്നതും അതുപോലെ അവരായിട്ട് ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് CMA ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ study only with approved provider. That's my first preference. Then it is up to you. Like it's your call. Because നമ്മൾ ആരെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല എവിടുന്നും പഠിക്കാൻ. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടും സിസ്റ്റവും കിട്ടണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗുഡ് യു സ്റ്റഡി ത്രൂ അവർ അപ്രൂവ്ഡ് പ്രൊവൈഡർ. ആൻഡ് APS is our silver partner and you can see their name in the global website. നമ്മൾ ഒത്തിരി കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ അവരെ കോർപ്പറേറ്റ് സപ്പോർട്ടേഴ്സ് എന്ന് വിളിക്കും. ആൻഡ് ദീസ് കമ്പനീസ് എന്താണ് നമ്മളായിട്ട് ചെയ്യുന്നത് അല്ലെ? കോർപ്പറേറ്റ് സപ്പോർട്ടേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ കമ്പനീസ്, ചില കമ്പനീസ് IMAയും ദീസ് കമ്പനീസ് ആയിട്ട് ജോയിന്റ്ലി റിസർച്ച് നടത്താറുണ്ട്. ചില കമ്പനീസ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഇന്റേണൽ എംപ്ലോയീസിന് CMA ചെയ്യാൻ സ്പോൺസർ ചെയ്യുന്നു. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ദേ നീഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഇൻ ദ ഇൻഡസ്ട്രി. സോ ദേ ലൈക്ക് ടു train their own employees with few years of experience to take up CMA. മറ്റു ചില കമ്പനീസ് എങ്ങനെ പറയുന്നത് വെച്ചാൽ, ഓക്കെ വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം ടു ട്രെയിൻ പീപ്പിൾ, വി നീഡ് ഫ്രഷ് ഇമ്മീഡിയറ്റ് പീപ്പിൾ.
So some of them reach back to us and we need fresh CMAs, we need as experienced CMAs എന്ന് പറഞ്ഞ് നമ്മളോട് തിരിച്ചു എത്തും. So that time we communicate to our members and candidates there is an opportunity, you can apply for these jobs. എന്ന് പറഞ്ഞ് ഞങ്ങളൊരു പ്ലേസ്മെന്റ് ഏജൻസി അല്ല. Just keep in mind we are a professional body, but we work very closely with corporates, and whatever opportunities knock on our doors, it will be given to you or extended to you. And ആദ്യമായിട്ട് ഈ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് നമ്മൾ ഇൻഫോം ചെയ്യുന്നത് നമ്മുടെ അപ്രൂവ്ഡ് പ്രൊവൈഡേഴ്സിനെ ആയിരിക്കും. പിന്നെ നമ്മൾ ഒത്തിരി കോളേജസും യൂണിവേഴ്സിറ്റീസും ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ അത് ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. കാരണം നിങ്ങൾ ഇന്നിപ്പോൾ ചിലപ്പോൾ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കാം, അല്ലെങ്കിൽ +2 കഴിഞ്ഞവരായിരിക്കാം. പലപ്പോഴും നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേറെ പോയി പഠിക്കാൻ സമയം കിട്ടിയെന്ന് വരില്ല. അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത, ചില കോളേജിലൊക്കെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 92, 93, 95 ഒക്കെ ആയിരിക്കും. സോ യു മൈറ്റ് നോട്ട് ഗെറ്റ് എൻ ഓപ്പർച്യൂണിറ്റി ടു ട്രാവൽ, അല്ലെങ്കിൽ വേറെ മറ്റുള്ള ലൊക്കേഷൻസിലേക്ക് പോകണം. അവിടെ ചിലപ്പോൾ മീഡിയം ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഹിന്ദി ആയിരിക്കാം. അങ്ങനെ ഒത്തിരി വ്യത്യാസമുണ്ട്. പക്ഷെ നിങ്ങൾക്കുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ കോളേജിലൊന്നും പോകേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൊക്കേഷൻസിൽ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് IPS കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾ ഈ കോളേജുകളിൽ സ്റ്റഡി ചെയ്താലും ഇവിടെ നിങ്ങളുടെ APSൽ സ്റ്റഡി ചെയ്താലും you are getting the same teaching for CMA. I mean teaching style might be different, പക്ഷെ നിങ്ങൾക്ക് സെയിം കണ്ടന്റും സെയിം എക്സാംസ് തന്നെയാണ്. ആകെ ഒരു ഡിഫറൻസ് നിങ്ങൾ ഡിഗ്രി എവിടെ പഠിച്ചു എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വി വർക്ക് വിത്ത് അറൌണ്ട് 60 കോളേജസ് ആൻഡ് ഈ കോളേജസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന്റെ കൂടെയോ അല്ലെങ്കിൽ PGയുടെ കൂടെയോ ഈ സബ്ജക്ട്സ് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് അവരുടെ സിലബസിന്റെ ഭാഗമായി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ചില കോളേജിന് അതിന് ലൈക്ക് ഒരു 3 lakhs മുതൽ 12 lakhs വരെ ഈ പ്രോഗ്രാമിന് ചാർജ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. എൻഡ് ഓഫ് ദ ഡേ ഇറ്റ് ഇസ് കോളേജ് ചോയ്സ് ഹൗ ദേ വാണ്ട് ടു ചാർജ് ഇറ്റ്. ഇനി നമ്മൾ CMA, ഞാൻ സാധാരണ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ലൈക്ക് CMA കേട്ടിട്ടുണ്ടാവും, CA കേട്ടിട്ടുണ്ടാവും, ACCA, CPA, ഒത്തിരി പ്രൊഫഷൻ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില ചേഞ്ചസ്. എന്തുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഈ അടുത്ത കാലത്ത് ഇത്രയധികം ഇമ്പോർട്ടൻസ് വന്നിരിക്കുന്നത്? ഈ ഒരു വാട്ട് ഐ വുഡ് സേ ഡിമാൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസിന് ഉണ്ടായിരുന്നു, ബട്ട് നൗ ഇറ്റ് ഈസ് ഇൻക്രീസിങ് ലൈക്ക് റിയലി ഹൈ. എന്തുകൊണ്ടായിരിക്കാം അത്? First is just look at what is happening in the industry. We are living in the world of technology, analytics and robotics. എന്താണ് ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ കോളേജിലും സ്കൂൾസിലും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇതിന് സിമ്പിൾ ആയിട്ടൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലൊക്കെ ഒരു 10 കൊല്ലം മുമ്പ് നോക്കുകയായിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ടെലിഫോൺ ബൂത്ത്സും ഇന്റർനെറ്റ് കഫേസും ഉണ്ടായിരുന്നു. യു വോണ്ട് ഏബിൾ ടു സീ മച്ച് ഓഫ് ദം ദീസ് ഡേയ്സ് അല്ലെ. ഇന്ന് നമ്മൾ അന്ന് ഇത്രയും കാലം കണ്ടതുപോലെ നമ്മുടെ നാട്ടിൽ ഇത്രയധികം ഇന്റർനെറ്റ് കഫേസ് ഒന്നും ഇപ്പൊ ഇല്ല. ഒരു 10 years ബാക്ക് നമുക്കൊരു കാര്യം ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്യണമെന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു STD കോള് വിളിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ടെലിഫോൺ ബൂത്തിൽ പോകണം, അല്ലെങ്കിൽ ഇന്റർനെറ്റ് കഫേയിൽ പോകണം അല്ലെ. ഇന്ന് യു ക്യാൻ ആക്സസ് ഓൾ ദാറ്റ് ഇൻ യുവർ മൊബൈൽ. സോ ടെക്നോളജി, അനലറ്റിക്സ് ആൻഡ് റോബോട്ടിക്സ് നമുക്ക് നഷ്ടമാണോ വരുത്തിയത്, ലാഭമാണോ വരുത്തിയത്? ബിക്കോസ് പീപ്പിൾ സേ lot of disruption in the market because of technology, robotics and analytics. ഒരു തരത്തിൽ നോക്കി it is always good, because on the one side of it, from a decision making perspective, reach perspective, technology and all help us. But on the same time, look at what happens for the people who are running this business. ഈ നടന്ന ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് ഉണ്ടായി, അവർ അടച്ചുപൂട്ടേണ്ടി വന്നു, അല്ലെങ്കിൽ അത് ചിലപ്പോൾ മൊബൈൽ ഷോപ്സ് തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ അല്ലെ. സോ തിങ്ക് ഫ്രം ദാറ്റ്. ഇത് തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും വരുന്നത്. ഇന്ന് ലൈക്ക് ഏത് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാനും പല മെഷീനറീസും വന്നു കഴിഞ്ഞു. ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും, സിമ്പിൾ ആയിട്ട് പറഞ്ഞ ചപ്പാത്തി ഉണ്ടാക്കാൻ പോലും മെഷീൻസ് ആയി കഴിഞ്ഞു. കാരണം ഓരോന്ന് പരത്തി ഉണ്ടാക്കി വരുന്ന ടൈം, ബിക്കോസ് യു നീഡ് മോർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. സോ ഇത് തന്നെയാണ് എല്ലാ ഇൻഡസ്ട്രിയിലും വരുന്നത്.
അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇത് എങ്ങനെയാണ് ഫൈനാൻസ് ഇൻഡസ്ട്രിയിൽ വ്യത്യാസം വരുത്തുന്നതെന്നുള്ളത്. നൗ നമ്മൾ അഗെയിൻ തിങ്ക് ഒരു 5-6 കൊല്ലം മുമ്പ് വരെ നമ്മുടെ കടകളിലൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യുക, ഒരു പേപ്പറിൽ ഇങ്ങനെ കുറെ കൂട്ടി നമ്മുടെ കയ്യിൽ അങ്ങോട്ട് എടുത്തു തരും അല്ലെ. ഇന്ന് നാട്ടിലെ പല കടകളിലും ഒരു ചെറിയ മെഷീൻ ഉണ്ട്, ഇങ്ങനെ ഒരു ചെറിയ സ്ലിപ്പ് കാർബൺ കോപ്പി പോലെ ഇങ്ങനെ വരുന്ന ഒരു പ്രിന്റ് ഉണ്ട്. മറ്റുള്ള പല ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാ, യു സ്കാൻ ഇറ്റ്, ഇറ്റ്സ് ഗെറ്റ് എൻറ്റേർഡ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏത് ജോബാണോ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്, അങ്ങനത്തെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോബുകൾ മുഴുവൻ ഓട്ടോമേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഫൈനാൻസ് സെക്ടറിലാണെങ്കിൽ നമ്മൾ അതിനെ കൂടുതൽ പറയും ഫൈനാൻസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ഫൈനാൻസ് ട്രാൻസ്ഫോർമേഷന്റെ മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിൽ കുറെ കാലം മുമ്പ് ഔട്ട്സോഴ്സിംഗ് ഉണ്ടായിരുന്നു, അത് കുറേ കൂടിയും ഡാറ്റ എൻട്രിയും അക്കൗണ്ടിങ് വർക്ക്സ് ആയിരുന്നു. ഇന്ന് അങ്ങനത്തെ ജോബ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കാരണം യു ഹാവ് ടെക്നോളജി ടു റീപ്ലേസ് ദാറ്റ്. സോ നൗ യു നീഡ് people with consulting skills, analytical skills, people skills, leadership skills. ഇതൊക്കെയാണ് ഇന്ന് കൂടുതൽ ആവശ്യമുള്ളത്. ആൻഡ് വിച്ച് ഇസ് മോർ കൺസൾട്ടേറ്റീവ് അപ്രോച്ചിലുള്ള കോഴ്സസ് ആണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അത് തന്നെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ജോബ്. അതുകൊണ്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഈ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് സ്പെഷ്യലായിട്ട്, ലൈക്ക് ഈവൻ CMAയുടെ ഗ്രോത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് 3 years we got a tremendous growth. Even in this pandemic time, what we have seen, കാരണം നമ്മൾ വിചാരിച്ചു ഒരു 30% ഒക്കെ കുട്ടികൾ കുറഞ്ഞു വരുന്നു വിചാരിച്ചിട്ടും we actually achieved our numbers already now, because ഞങ്ങൾ ജൂലൈ ടു ജൂൺ ആണ് നമ്മൾ നോക്കുക. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യുന്ന വിചാരിച്ച കുട്ടികൾ എന്ന് പറയുന്നത് ഇവിടെ സ്റ്റുഡൻസ് ആവാം, അല്ലെങ്കിൽ വർക്കിംഗ് പ്രൊഫഷണൽസ് വിത്ത് 40-45 years ആവാം. അവരെയാണ് നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുക, അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സ് എന്ന് പറയാം, അങ്ങനെയുള്ളവരാണ്. പക്ഷെ നമ്മൾ വിചാരിച്ചേക്കാളും കൂടുതൽ, പ്രത്യേകിച്ച് ഈവൻ ഇൻ പാൻഡമിക് ടൈം, വർക്കിംഗ് പ്രൊഫഷണൽസിന്റെ ഭാഗത്ത് നിന്ന് ഒത്തിരി പേര് CMA എടുത്തു തുടങ്ങി. കാരണം അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇന്ന് ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു വാണ്ട് ടു ഗ്രോ ഇൻ യുവർ ലാഡർ, ഓർ ഇഫ് യു വാണ്ട് ടു ബി മോർ റെലവെന്റ് ആവണമെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്, എസ്പെഷ്യലി ഫൈനാൻസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഡൊമൈനിലേക്ക് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ്. അങ്ങനെയാണെങ്കിൽ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്? നമ്മളെല്ലാവരും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് എന്താ? somebody who's doing all the accounting works in one corner of your office അല്ലെ. എന്നാ അങ്ങനെയാണെങ്കിൽ ഒരു മാനേജ്മെന്റ്, അപ്പൊ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണെങ്കിൽ he looks at the entire accounts, verify it and audit and sign it and say, okay, this account is done as per the rules and regulations of the respective country and Indian accounting standards, and say, okay, you are signed, it's true to the knowledge to go for the public. അങ്ങനെയാണെങ്കിൽ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ജോബ് എന്താണ്? സോ മാനേജ്മെന്റ് അക്കൗണ്ടന്റ്സ് ആർ ഫൈനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് പ്രൊഫഷണൽസ് who create value for the organization and work as strategic business partners. ഞാൻ പറഞ്ഞത് മനസ്സിലായിണ്ടാവില്ല അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു മാനേജ്മെന്റ് അക്കൗണ്ടന്റിന്റെ ജോബ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് എവിടെ ജോബ് ഫിനിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വെച്ചിട്ട് ഞാൻ ഫിനാൻഷ്യൽ അക്കൗണ്ടന്റ് തെറ്റാണെന്നല്ല പറഞ്ഞു. യു നീഡ് ഫിനാൻഷ്യൽ അക്കൗണ്ടൻസ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് ഇൻ ദ ഇൻഡസ്ട്രി. ഇതിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: whether you want to look at what happened and record and submit the report, or whether you want to give more advice or help you in the decision making, whether you want to involve in risk management, or whether you want to look at how to improve the performance of the organization, or how to analyze a decision which is taken. സോ ഇങ്ങനത്തെ റോളാണോ നിങ്ങൾക്ക് താല്പര്യമുള്ളത് എന്ന് പറഞ്ഞ് ഇന്ന് CMA കഴിഞ്ഞ് നാളെ തന്നെ ഡിസിഷൻ എടുക്കാൻ പോകരുത്. യു നീഡ് ടു ടേക്ക് സം ടൈം ടു ഗെറ്റ് ദ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് കിട്ടണം. ബട്ട് ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, 2 തരം സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. ഒന്ന് ജോബ് ഓറിയന്റഡ്, വൺ കരിയർ ഓറിയന്റഡ്. സോ വെദർ യു വാണ്ട് എ ജോബ് ഓറിയന്റഡ് സർട്ടിഫിക്കേഷൻ, ബിക്കോസ് ആഫ്റ്റർ ദാറ്റ് യു മൈറ്റ് ഗെറ്റ് എ ജോബ് ഇമീഡിയറ്റ്ലി, but whether you need a career oriented. So career oriented എന്ന് പറയുമ്പോൾ ജോബിനേക്കാൾ കൂടുതൽ how it is going to help me in my throughout my life, അതാണ് കരിയർ ക്വാളിഫിക്കേഷൻസിൽ പറയുന്നത്. ഞാൻ എപ്പോഴും പറയും മാനേജ്മെന്റ് അക്കൗണ്ടിങ്, ഞാൻ CMA എന്ന് പറഞ്ഞത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് itself a topic which help you to grow in your ladder, because management accounting ഡിസിഷൻ മേക്കിംഗ് ലെവലിൽ വേണം, റിപ്പോർട്ടിംഗിൽ വേണം, എല്ലായിടത്തും വേണ്ട ഒരു കാര്യമാണ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് റോൾ. So if you personally ask me which is the certification or
which is the stream which help you to grow to a senior leadership levels or decision making levels, I would say management accounting. But on the other side, definitely you see mix of people getting into multiple certifications and move to the same domain. Now, ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ US ടെർമിനോളജിയിൽ ഇതിൽ പറയാം പബ്ലിക് അക്കൗണ്ടിങ്. നമ്മുടെ ഇന്ന് നാട്ടിൽ ചാർട്ടേഡ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിന് പോലെ US ഇതിന് പറയുന്നത് പബ്ലിക് അക്കൗണ്ടിങ്. എന്താണ് ഒരു പബ്ലിക് അക്കൗണ്ടന്റ് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുന്നത്? ദി ഫോക്കസ് ഓൺ ഓഡിറ്റ്, ടാക്സ്, അഷുറൻസ്, കംപ്ലയൻസ്. They are more into valuating a company. It's a great profession, no doubt about it. But whether you are interested in that or whether you are interested in developing, implementing, managing, reporting, leading, or creating value for the organization, ആ ഒരു ലെവലിലേക്ക് ആണെന്നുണ്ടെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡൊമൈൻസ് വിച്ച് യു ക്യാൻ ലുക്ക് അറ്റ്. നമുക്ക് ശരിയായിരിക്കും കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ഇന്ത്യൻ കുട്ടികൾക്ക് അക്കൗണ്ടിങ് കുറേയും കൂടി ഈസി ആയിട്ടും മാനേജ്മെന്റ് അക്കൗണ്ടിങ് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ട് പലരും പറയാറുണ്ട്. എന്നാൽ UK പോവുകയാണെങ്കിൽ ഇത് റിവേഴ്സ് ആണ്. അവർക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഈസിയും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. ഇപ്പൊ നമ്മൾ പാസ് പെർസെന്റേജ് ഒക്കെ, ഞാൻ ഈ കോഴ്സിന്റെ മാത്രമല്ല ഇതിനു മുമ്പ് വേറെ പല കോഴ്സസിലും പഠിക്കുമ്പോൾ കാണുന്ന ഒരു ഡിഫറൻസ് ആണ്. അതെനിക്ക് തോന്നുന്നു മറ്റുള്ള രാജ്യങ്ങളിൽ കുറേയും കൂടി അപ്ലിക്കേഷൻ ഓറിയന്റഡ് ടീച്ചിങ്ങും ലേണിങ്ങും ആണ് നടക്കുന്നത്. നമ്മുടെ അവിടെ എങ്ങനെയാണ് എല്ലാം സ്കൂളിൽ കണക്കിറങ്ങി ലേബറിന്റെയും സക്സസ് എഡ്ജും എല്ലാം ഉണ്ടായിരിക്കില്ലേ 10th 12th വരെ അല്ലെ, എല്ലാം ഇങ്ങനെ ക്യാപ്സ്യൂൾ രൂപത്തിലാക്കി തരുന്ന ഒരു സിസ്റ്റം. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കണം, കാരണം നമുക്ക് നമ്പേഴ്സ് വളരെ ഈസിയാണ് ചെയ്യാൻ. എന്നാൽ കുറച്ചും കൂടി ഡെസിഷൻ ലെവലിലേക്ക്, അനാലിസിസ് ലെവലിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികൾ കുറച്ചും കൂടി ചാലഞ്ചിങ് ആണ്. പക്ഷേ അതിലേക്ക് ഒരു ട്രാക്ക് ഇട്ട് കഴിഞ്ഞാൽ then no doubt we are doing fantastic, because if you look at globally, you see even finance industry is headed by a lot of Indians, so no doubt about it. ഇന്ന് CMA കഴിഞ്ഞ 80% ആൾക്കാരും അവർക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവർക്ക് ഒരു സെക്ടറിൽ മാത്രം ഫോക്കസ് ചെയ്യണമെന്നില്ല. They can work in accounting, operations, finance, IT, and even in the senior executive levels. ഇതിന്റെ പ്രത്യേകത നിങ്ങൾക്ക് ഏതൊരു ഡിവിഷനിലേക്കും ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇന്ന് CMA കഴിഞ്ഞിട്ടുള്ള 34% ആൾക്കാരും ഇന്ന് കമ്പനീസിന്റെ CFOs, executives and CEOs and controllers ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 22% of them are directors and managers. 33% of them are accountants, management accountant, cost accountants, or financial analyst, business analyst, ഇൻവെസ്റ്റ്മെന്റ് അനലിസ്റ്റ്, റിസ്ക് അനലിസ്റ്റ്, ഇതുപോലെയുള്ള പ്രൊഫൈൽസ് ആണ്. ഞാൻ പറയാം ഒരു 33% ആൾക്കാർ അവരൊരു CMA കഴിഞ്ഞ് ഒരു 3 to 5 years എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. and they work in these domains. And 22% of them, what is their role? Their role is more, they themselves might be decision makers or helping the final reports for the decision makers to make the final decision. And 34% of them are decision makers themselves. And 11% of them are consultants. So they might be working with multiple companies, they might be running their own companies or the consultancy institutes, or they might be into training. So like some of them work in the academia, some of them are in training. So we would like to see even the qualified people teaching CMA, because that also helps you to understand how the exams are looked at. So that is 11% of them. Different job profiles CMAs work ചെയ്യുന്നത് ഇവിടേക്കാണ്. ഇനി every 5 to 6 years IMA go around the world and ask the employers what kind of skill set you are expecting from your employees in the near future, especially in the field of finance and management accounting. So അതിനെ നമ്മൾ പറയും job analysis study എന്ന് പറയും. And as part of job analysis study, we create something called management accounting competency framework. എന്താണ് IMA management accounting competency framework? ഈ സ്കിൽസ് ആണ് ഒരു ഫൈനാൻസ് പ്രൊഫഷണൽ അല്ലെങ്കിൽ CFO അല്ലെങ്കിൽ ആ ലെവലിലേക്ക് മൂവ് ചെയ്യേണ്ട ഒരാൾക്ക് വേണ്ട certain skill sets ആണിത്. എന്തൊക്കെയാണത്? സ്ട്രാറ്റജി, പ്ലാനിങ്, പെർഫോമൻസ്. They should be visionary. Reporting controls, steward. Technology and analytics, catalyst. Business acumen and operation, partner. And professional ethics and values, which is guide. And finally, it is centered with leadership skills. So these are the 6 core areas, or I'd say main 6 core areas where
a finance professional need to work in. And based on this framework, ഈ ഫ്രെയിംവർക്കിന്റെ ബേസിസിലാണ് നമ്മൾ CMA സർട്ടിഫിക്കേഷൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ CMA സർട്ടിഫിക്കേഷനും IMA മെമ്പർഷിപ്പിന്റെ ബെനിഫിറ്റ്സും കൂടിയിട്ടാണ് ഈ എൻറ്റയർ നോളജ് നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, പുറത്ത് എല്ലാവരും പറയും 2 എക്സാം ഉള്ളൂ, പെട്ടെന്ന് അങ്ങോട്ട് പഠിച്ച് പാസ്സാവാം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ പറയും, പഠിച്ച് പാസ്സാവാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ സിസ്റ്റമാറ്റിക് ആയി പഠിച്ചിരിക്കണം. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഇത് 2 എക്സാം ആണെങ്കിലും ഈ 2 എക്സാമിൽ ചോദിക്കുന്ന രീതിയും അതിൽ കവർ ചെയ്യുന്ന സബ്ജക്ട്സും ആണ്. ഇപ്പൊ നമ്മളിതിന് പറയുന്നത് പാർട്ട് 1, പാർട്ട് 2 എക്സാംസ് ആണ്. പാർട്ട് 1 എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ പ്ലാനിംഗ്, പെർഫോമൻസ് ആൻഡ് അനലിറ്റിക്സ്. പാർട്ട് 2 എന്ന് പറയുന്നത് സ്ട്രാറ്റജിക് ഫൈനാൻസ് മാനേജ്മെന്റ്. ഈ 2 പാർട്ടിന്റെയും കീഴിലെ 6 കോർ പ്രാക്ടീസ് ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ട്. ഞാൻ ഇതിനെ കുറിച്ച് ഡീപ്പായിട്ട് പറയുന്നില്ല ഇപ്പോൾ, കാരണം നിങ്ങൾക്ക് ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും അധികം മനസ്സിലാവാൻ പോകുന്നില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ട കാര്യം, ഇത് 2 എക്സാം ആണ്. ഈ 2 എക്സാമിലെ ഏകദേശം നിങ്ങൾ 12 ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. ഇത് എങ്ങനെയാണ് ഇതിന്റെ എക്സാം? 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും 2 essay ക്വസ്റ്റ്യനുമാണ്. അപ്പൊ പറയാം, ഓക്കെ വേഗം കറക്കി കുത്താല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലെ? പക്ഷേ ഈ ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത, നിങ്ങൾ ഇതിന്റെ ചോദ്യങ്ങളുടെ അടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാ ഉത്തരവും ശരിയാണല്ലോ. അപ്പൊ അതിൽ ഏതാണ് ശരി? അപ്പൊ അവിടെയാണ് നിങ്ങളുടെ പഠന രീതി വ്യത്യാസപ്പെടുത്തേണ്ടത്. കാരണം IMA നിങ്ങളുടെ ജസ്റ്റ് നോളജും കോംപ്രിഹെൻഷൻ മാത്രമല്ല ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ് ആൻഡ് ഇവാലുവേഷൻ സ്കിൽസ് ആണ് നമ്മളിവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ചില കോഴ്സസ് ലൈക്ക് ഇന്ത്യൻ UK കോഴ്സസിന്റെ ഒക്കെ പ്രത്യേകത, ആദ്യത്തെ ലെവലിൽ വലുതായിട്ട് പഠിക്കാനുണ്ടാവില്ല, പിന്നെ കൂടുതൽ പഠിക്കണം, പിന്നെ കൂടുതൽ പഠിക്കണം, അങ്ങനെ ഒരു രീതിയിലാണ് അവർ സ്ട്രക്ചർ. അതുകൊണ്ടാണ് പലപ്പോഴും 3 കൊല്ലവും 4 കൊല്ലവും 5 കൊല്ലവും ഒക്കെ ഈ കോഴ്സസിന് എടുക്കുന്നത്. എന്നാൽ അതേസമയം US ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വി നീഡ് ക്വിക്ക് പീപ്പിൾ വിത്ത് ദ റൈറ്റ് നോളജ് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുറെ കൂടി മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. നമ്മൾ കുറെ ബൈഹാർട്ട് ചെയ്ത് പഠിച്ചിട്ട് കാര്യമില്ല. കാരണം പലപ്പോഴും റാങ്ക് ഹോൾഡേഴ്സിന് ചിലപ്പോൾ പെട്ടെന്ന് CMA പാസ്സാവാതിരിക്കുകയും എന്നാൽ ഒരു 50, 55, 60 ഉള്ള കുട്ടികൾ പെട്ടെന്ന് പാസ്സാവുന്നതും കണ്ടിട്ടുണ്ട്. കാരണം ആ പഠന രീതിയുടെ വ്യത്യാസമാണ്. നമുക്ക് മനസ്സിലാക്കി പഠിക്കുന്ന ഒരാളാണ്, എന്നാൽ ഫുള്ളായിട്ട് കോപ്പി ചെയ്ത് ഇടാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ it will be difficult to follow. 1 second. Yeah, fine. ഇനി ഫൈനലി ഒരു സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആവണമെന്നുണ്ടെങ്കിൽ 2 എക്സാംസ് പാസ്സായിട്ടുണ്ടായിരിക്കണം. പിന്നെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടായിരിക്കാം. ഏത് സ്ട്രീമിലായാലും കുഴപ്പമില്ല, പക്ഷെ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാംസ് എഴുതാവുന്നതാണ്. 2 കൊല്ലത്തെ എക്സ്പീരിയൻസ് വേണം, ആക്റ്റീവ് മെമ്പർഷിപ്പ് വേണം. ഇത് കഴിയുന്ന ഒരാൾക്ക് മാത്രമാണ് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ് എന്നുള്ള ടൈറ്റിൽ കിട്ടുള്ളൂ. എന്നാൽ ഡിഗ്രി ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാം, പഠിച്ച് പരീക്ഷ എഴുതാം, അതിന്റെ മാർക്ക് ഷീറ്റ്സ് കിട്ടും. യു ക്യാൻ ഗെറ്റ് ദ മാർക്ക് ഷീറ്റ്സ് ആൻഡ് യു ക്യാൻ ഷോക്കേസ് ദാറ്റ് യു കംപ്ലീറ്റഡ് ബോത്ത് പാർട്ട് എക്സാംസ്. ഇനി എക്സാംസ് എവിടേക്കാണ് നടക്കുന്നത്? വേൾഡ് വൈഡ്. എവിടെ പോയാലും സെയിം എക്സാം ആണ്. യു ക്യാൻ റൈറ്റ് ഇൻ ഇന്ത്യ, ദുബായ്, എനി പാർട്ട് ഓഫ് ദ വേൾഡ്. എക്സാംസ് എപ്പോഴൊക്കെയാണ് നടക്കുന്നത്? Jan, Feb, May, June, September, October. ഒരു കൊല്ലത്തിൽ 6 മാസം എക്സാം നടക്കുന്നുണ്ട്. ആൻഡ് യു ക്യാൻ ഫിക്സ് യുവർ എക്സാമിനേഷൻ ഡേറ്റ്. നിങ്ങൾക്ക് എക്സാം ഡേറ്റ് ഫിക്സ് ചെയ്യാം. പാർട്ട് 1, പാർട്ട് 2 ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. 2 ഒരുമിച്ച് എഴുതി നല്ല മാർക്ക് കിട്ടുന്നവർക്ക് റാങ്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് ഒരു ഓപ്പർച്യൂണിറ്റി ആകണം. ഈ റാങ്ക് അല്ലെങ്കിൽ നമ്മൾ പറയും ഡിസ്റ്റിങ്ക്വിഷ് അവാർഡ് എന്ന് പറയും. ഒരു ഡിസ്റ്റിങ്ക്വിഷ് അവാർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട പ്രൈമറി കാര്യം ഒരേ വിൻഡോയില് 2 എക്സാം എഴുതുകയും ആ 2 എക്സാം എഴുതി 2 പാസ്സാവുകയും അതിൽ 2 കൂടി ഏറ്റവും കൂടുതൽ ടോപ്പ് കിട്ടുന്ന കുട്ടികളെയാണ് നമ്മുടെ ഡിസ്റ്റിങ്ക്വിഷ് അവാർഡിന് സെലക്ട് ആവും. ചിലവർ പറയും എനിക്ക് ഇത്രയും മാർക്ക് ഉണ്ടല്ലോ, എനിക്ക് എന്താ അവാർഡ് കിട്ടിയത്? കാരണം അവർ പലപ്പോഴും ഒരു പേപ്പർ എഴുതിയിട്ടുണ്ടാവും, ഒരു പേപ്പറിൽ നന്നായി സ്കോർ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് അതിന് റാങ്ക് കിട്ടില്ല, അല്ലെങ്കിൽ ആ ഡിസ്റ്റിങ്ക്വിഷ് അവാർഡ് കിട്ടില്ല. ഫോർ ഗെറ്റിംഗ് സച്ച് അവാർഡ്സ് യു നീഡ് ടു റൈറ്റ് ബോത്ത് എക്സാംസ്. കാരണം ഞാനിത് പറയാൻ കാരണം നമ്മുടെ കുട്ടികൾ പലപ്പോഴും അറിവില്ലായ്മ കൊണ്ട് ഐ മീൻ 2ലും ഫുൾ സ്കോർ കിട്ടണം എന്ന് വിചാരിച്ച് എഴുതുന്നവരുണ്ട്. വെൽ ആൻഡ് ഗുഡ്. പക്ഷെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഡിസ്റ്റിങ്ക്വിഷ് അവാർഡൊക്കെ കിട്ടാൻ താല്പര്യം ഉണ്ടെങ്കിൽ 2 എക്സാം ഒരേ വിൻഡോയിൽ എഴുതണം. 2ലും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഗ്ലോബൽ മെമ്പേഴ്സിനെയാണ് ഈ അവാർഡ്സ് നമ്മൾ കൊടുക്കുന്നത്. ഇനി ഞാൻ കൂടുതലായിട്ട് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, കാരണം ഇറ്റ് ഈസ് മോർ അബൌട്ട് IMA. അത് CMAയിലേക്ക് ജോയിൻ ചെയ്ത കുട്ടികൾ, നിങ്ങൾ ട്രെയിനിങ് തുടങ്ങി കഴിഞ്ഞ കുട്ടികൾക്ക് നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഫ്രഷ് ആയിട്ട് ഒന്നും കൂടി ഇതും
IMA ബെനിഫിറ്റ്സും അതിന്റെ മെമ്പർഷിപ്പിനെ കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. സോ വി ഡു ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. ഇത് അതിന്റെ ഒരു ഭാഗമാണ്. ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇപ്പൊ പറയുന്നില്ല. വിൽ ടേക്ക് ദാറ്റ് ലേറ്റർ. ഇനി ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടത്? കാരണം CMA എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. വെദർ CMA ഓർ എനി അതർ പ്രൊഫഷണൽ, ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നതിന്റെ ഒരു കാരണം നിങ്ങൾക്ക് റെലവെന്റ് നോളേജ് കിട്ടാനാണ്. കാരണം നമ്മുടെ പല ഡിഗ്രി പ്രോഗ്രാംസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, കുറച്ച് അക്കാഡമിഷ്യൻസ് ഒരുമിച്ചിരുന്ന് അപ്ഡേറ്റ് ചെയ്യുന്നു. ആൻഡ് വെദർ ദാറ്റ് ഇസ് വാട്ട് റിക്വയർഡ്. കാരണം അക്കോർഡിംഗ് ടു ഏജൻസീസ് വാട്ട് ദേ സേ ഓൺലി 10% ഓഫ് ഗ്രാജുവേറ്റ്സ് ആർ എംപ്ലോയബിൾ. ഇന്ന് ഡിഗ്രി പഠിച്ചിറങ്ങുന്നതിൽ 10% ആൾക്കാർക്ക് മാത്രമേ നല്ല ജോബ് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ എംപ്ലോയബിൾ ആയിട്ടുള്ളൂ. അതിന് കാരണം എന്താന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിറങ്ങുന്നതും ഇൻഡസ്ട്രിക്ക് ആവശ്യം തമ്മിലുള്ള അന്തരമാണ്. The gap between industry and academia is what professional organization fulfill. അതുകൊണ്ടാണ് CMA is one example. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് നമ്മുടെ IMA സിലബസ് അല്ലെങ്കിൽ CMA സിലബസ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു. ഗ്ലോബൽ അക്സെപ്റ്റൻസ് അടുത്തൊരു കാര്യം. ഇന്ത്യൻ കോഴ്സസിനാണെങ്കിൽ ഇന്ത്യൻ അക്സെപ്റ്റൻസ് ഉണ്ട്. ഇഫ് യു വാണ്ട് എ ഗ്ലോബൽ അക്സെപ്റ്റൻസ്, CMA പോലെയുള്ള കോഴ്സസിന് അത് കൂടുതലായി കിട്ടും. കരിയർ പ്രോഗ്രഷന് വേണ്ടിയിട്ട് ഒത്തിരി പേര് ചെയ്യാറുണ്ട്. നമുക്ക് ഈവൻ ഡയറക്ടർ ലെവലിൽ, മാനേജർ ലെവലിൽ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ലെവലിൽ എത്തിയിട്ടുള്ള ആൾക്കാർ പോലും പലപ്പോഴും CMA പോലെയുള്ള കോഴ്സസ് ചെയ്യാറുണ്ട്. ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണോ? നമ്മൾ പറഞ്ഞു എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആൻഡ് അതിന്റെ ഫ്യൂച്ചറിനെ. നമ്മുടെ ഇന്നത്തെ കാലത്ത് ടെക്നോളജി, റോബോട്ടിക്സ്, അനലിറ്റിക്സിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ടുള്ള ജോബ്സിലേക്ക് അല്ല ഫോക്കസ് ചെയ്യേണ്ട, ഫ്യൂച്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള ജോബുകൾ വേണം. സോ ദാറ്റ് ഇസ് വൺ. ബെറ്റർ ഏർണിംഗ് പൊട്ടൻഷ്യൽ, സോഷ്യൽ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ടു നെറ്റ്വർക്ക്. ഇത് ഈ കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഒരു പ്രൊഫഷണൽ സർട്ടിഫിക്കേഷൻ എടുക്കേണ്ടത്. താങ്ക് യു വെരി മച്ച്.